അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് പുട്ട് പോലുള്ളൊരു അടയാണ് കേട്ടോ, പുട്ട് പോലത്തെ അട. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാദാ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടിയൊന്നുമല്ല കേട്ടോ, സാദാ നമ്മളെ പച്ചരിൻ്റെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. അതൊരു 2 കപ്പ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് നനച്ചെടുക്കണം. കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് നനച്ച് കുഴച്ചെടുക്കണം. ഇനി ഇതൊന്ന് നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കട്ട ഉണ്ടാവും കേട്ടോ, അത് ഉടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതുണ്ട, ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പാകത്തിനുള്ള തേങ്ങ ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ചക്കരയുടെ കൂട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചക്കരയുടെ കൂട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അരിപ്പൊടി ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ കഴിയൂട്ട. നമ്മൾ അട ഉണ്ടാക്കുന്ന മാതിരി വാട്ടാനോ ചാമ്പാനോ ഒന്നും നിൽക്കണ്ട. ഇനി നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പക്കൊട്ട വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെല്ലെ തട്ടിയിട്ട് ഈ പാത്രം ഒന്ന് കണ്ട് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായി ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ശരി, ബൈ.